ഹി ഹു ബേൺസ് ഹിസ് ബ്രിഡ്ജസ് ബെറ്റർ ബി എ ഡാം ഗുഡ് സ്വിമ്മർ എന്നൊരു ചൊല്ലുണ്ട്. ഇദ്ദേഹത്തിന് സ്വയം നീന്താൻ ഒരു കാരണവശാലും കഴിയില്ല, ഒരു കാരണവശാലും മത്സരിക്കില്ല. മത്സരിച്ചാൽ അതോടുകൂടി അദ്ദേഹം അവസാനിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് അതിന് അദ്ദേഹം മുതിരും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അദ്ദേഹം ജോയിയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കണമെന്ന് പറയുമ്പോൾ ജോയി ജയിച്ചാൽ എനിക്ക് ബാക്ക് സീറ്റ് ഡ്രൈവിംഗ് നടത്താം എന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണോ? എന്താണ് ഇദ്ദേഹത്തിന്റെ ആവശ്യമെന്ന് വളരെ വ്യക്തമായിട്ട് അദ്ദേഹത്തിന്റെ ആവശ്യം അവിടെ പറയുന്ന സ്ഥാനാർത്ഥിയോടുള്ള അതൃപ്തിയല്ല, അതിനപ്പുറത്തുള്ള മറ്റെന്തോ ആവശ്യമാണെന്നുള്ളത് അദ്ദേഹം പറയുമ്പോൾ തന്നെ വ്യക്തമാണ്. അദ്ദേഹം ഉദ്ദേശിക്കുന്ന അത്രയൊന്നും അമ്യൂണിഷൻസ്, വെടിക്കോപ്പ് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് എന്ന് ഇന്ന് ആരും കരുതുന്നില്ല. അപ്പൊ അങ്ങനെ ഇറങ്ങി പുറപ്പെടുന്ന അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നിലമ്പൂർ മണ്ഡലം നമ്മൾ നോക്കിയാൽ അത് UDF നല്ല അടിത്തറയുള്ള ഒരു മണ്ഡലമാണ്. ഇപ്പോ ഏറ്റവും അവസാനമുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഭൂരിപക്ഷം നോക്കിയാൽ അത് തന്നെയാണ് നിയമസഭയിലെ സാഹചര്യം എന്ന് ഞാൻ പറയുകയല്ല. പക്ഷേ കൈപ്പത്തിക്ക് വോട്ട് ചെയ്ത ആൾക്കാരെ ഭൂരിപക്ഷം നോക്കിയാൽ 65,000-70,000 വോട്ടിന്റെയൊക്കെ ഭൂരിപക്ഷമാണ് ആ അസംബ്ലി സെഗ്മെന്റിൽ നിന്ന് പ്രിയങ്കയ്ക്ക് കിട്ടിയത്. 69,000 ചിലവരെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ മലപ്പുറത്തെ മണ്ഡലങ്ങളിലെല്ലാം ഏതാണ്ട് 70,000-ഓടടുത്ത ഭൂരിപക്ഷമായിരുന്നു. അപ്പോ അൻവർ മറുഭാഗത്ത് നിന്നപ്പോഴത്തേക്കും പിന്നീടുള്ളതും കൂടി നമ്മൾ താരതമ്യപ്പെടുത്തിയാല് ഇവിടെ ഒരു 7,000 വോട്ടോളം മാറ്റം വന്നിട്ടുണ്ട്. UDF പ്ലസ് വന്നിട്ടുണ്ടെങ്കിലും മറ്റു മണ്ഡലങ്ങളിലും രാഹുൽ മത്സരിച്ചപ്പോഴും പ്രിയങ്ക മത്സരിച്ചപ്പോഴത്തെ സാഹചര്യത്തിൽ വർധനവ് വന്നിട്ടുണ്ട്. ഒരു 10,000-3000 വോട്ടിന്റെ ഒരു ഡിഫറൻസ് ആണ്. നമ്മൾ അത് വെച്ച് അളക്കാമെങ്കിൽ, സ്റ്റാറ്റിസ്റ്റിക്കലി നോക്കാമെങ്കിൽ നമ്മൾ കാണുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത്. ആ ഒരു സാഹചര്യത്തിൽ അൻവറിന് നേരത്തെ ഉണ്ടായിരുന്ന അനുകൂലമായ ഘടകങ്ങളൊന്നും ഇപ്പോഴില്ലാത്ത ഘട്ടത്തിൽ അൻവറിന് അങ്ങനെ UDF പേടിപ്പിക്കാനുള്ളതൊന്നും അദ്ദേഹത്തിന്റെ കൈവശമില്ല ഒരു തരത്തിലും. അതായത് കൂടെ കൂട്ടിയാൽ പോലും, എല്ലാം മറന്ന് കൂടെ കൂട്ടിയാൽ പോലും മുന്നോട്ടുള്ള പോക്ക് ഒട്ടും സുഗമമായിരിക്കില്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന പ്രസ്താവനയാണ് അൻവർ നടത്തിയത്. അൻവറിൻ്റേത് ഒരുതരം ബ്ലാക്ക് മെയിലിംഗ് പൊളിറ്റിക്സ് ആണ്. അതുകൊണ്ടാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ഞാൻ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ ഇതാണ് എന്നുള്ള രീതിയിൽ അദ്ദേഹം പ്രതികരിക്കുന്നത്. പക്ഷെ അദ്ദേഹം അതുപോലും ഇല്ലാതെയാണ് അദ്ദേഹത്തിന്റെ പൊസിഷൻ ബുദ്ധിമുട്ടാക്കുന്ന രീതിയിൽ പെരുമാറിയത്. ഇപ്പം പിണറായിസത്തിനെതിരായിട്ടാണ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും നമ്പർ 1 പിണറായിസ്റ്റ് എന്ന് പറയുന്നത് PV അൻവർ ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് ഒരു ഏകാധിപത്യത്തോടു കൂടി ഒരു മാടമ്പിത്തരം കാണിക്കുന്ന ഇത്തരം കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയുന്നതെങ്കിൽ ഇത് പിണറായി വിജയനിൽ പോലും അത് ഇങ്ങനെ അധികാരത്തിന്റെ ഒരു ഉന്മാദാവസ്ഥയിൽ വന്നു ചേരുന്ന ഒന്നാണെങ്കിൽ ഇദ്ദേഹത്തിൽ അത് ജന്മസിദ്ധമായിട്ട് തന്നെ ആദ്യം മുതലേ ഉള്ളതാണ് എന്ന് വേണം, നമ്മൾ പൊതുരംഗത്ത് കാണുന്ന ഘട്ടം മുതലേ ഇതുള്ളതാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പൊ ഇദ്ദേഹം എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാകാതെ ഞാനൊരു സംഭവമാണ് എന്ന് സ്വയം വിശ്വസിക്കുന്നതിന്റെ ഒരു പ്രശ്നമായി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ പ്രശ്നങ്ങൾ തൊട്ട് നമ്മൾ നോക്കിയാൽ നമുക്കറിയാം.